എനിക്ക് സംസാരിക്കാനുള്ള ഇംപ്ലാന്റിനെ കുറിച്ചാണ്. എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് ഇംപ്ലാന്റ് ഇട്ടിട്ടുണ്ട്. ബട്ട് ലിറ്ററലി ഒരു ടൈറ്റാനിയമിൻ്റെ ഒരു സ്ക്രൂ ഡ്രിൽ ചെയ്ത് കയറ്റുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇസ് ഇറ്റ് ദാറ്റ് പെയിൻഫുൾ? ആൻഡ് അതിൻ്റെ ഒരു ലോഞ്ചിവിറ്റി എങ്ങനെയാണ്? ഐ മീൻ ഇസ് ഇറ്റ് സസ്റ്റൈനബിൾ ആണോ, കോസ്റ്റ്ലി ആണോ? അത് അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ടൈറ്റാനിയം സ്ക്രൂ ഡ്രില്ല് ചെയ്ത് കയറ്റുക എന്നൊക്കെ പറയുന്നത് നമുക്കൊത്തിരി ഒരു ഭയം കൊണ്ടുവരത്തില്ലേ? ടൈറ്റാനിയം എന്ന് പറഞ്ഞ മെറ്റൽ ആപ്പിളും ടൈറ്റാനിയത്തിലും ഉണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് ഇത് iPhone 17 ആണെന്ന് തോന്നുന്നു, ടൈറ്റാനിയം ബോഡിയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന അതേ സെയിം ടൈറ്റാനിയം അല്ല, മെഡിക്കൽ ഗ്രേഡ് ടൈറ്റാനിയമാണ്. ടൈറ്റാനിയം എന്ന് പറഞ്ഞൊരു മെറ്റലിനാണ് നമ്മുടെ ബോഡിയുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള, ബോണുമായിട്ട് ഫ്യൂസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളൊരു ഏക മെറ്റൽ എന്ന് പറയാം. അത് ടൈറ്റാനിയമാണ്. ഓസിയോ ഇൻറ്റഗ്രേഷൻ എന്ന് പറയും. ഓസിയോ എന്ന് വെച്ചാൽ ബോൺ, ഇൻറ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഫ്യൂഷൻ. ടൈറ്റാനിയം എന്നുള്ളൊരു സാധനം നമ്മൾ ഫ്യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു പ്രിൻസിപ്പിളിലാണ് നമ്മൾ ആക്ച്വലി ഡെൻ്റൽ ഇംപ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ സാധനം റീപ്ലേസ്മെൻറ്റ് ഓപ്ഷനാണ്. അതായത് ഒരു മിസ്സിംഗ് ടൂത്തിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. മിസ്സിംഗ് ടൂത്തിൻ്റെ എക്സാക്ട് റെപ്ലിക്കയാണ് എന്ന് വെച്ചാൽ പല്ലിന് വേരുണ്ട്, അതുപോലെ ടൈറ്റാനിയം സ്ക്രൂ ഉണ്ട്. പല്ലിനൊരു ക്രൗൺ പാർട്ടുണ്ട്, അതുപോലെ ഇതിനൊരു ക്രൗൺ പാർട്ടുണ്ട്. അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലിനെ ഒന്നും തൊടുന്നില്ല. സെൻറ്ററിൽ എവിടെയാണ് മിസ്സിങ് അവിടെ ഇംപ്ലാന്റ് ഇടുന്നു, അതേൽ പല്ല് വെക്കുന്നു. ചൂയിങ് എഫിഷ്യൻസി ഒട്ടും കുറയുന്നില്ല. 95% ചൂയിങ് എഫിഷ്യൻസി ഉണ്ട്.